ഇന്ന് നമുക്കൊരു മീനച്ചാറിൻ്റെ റെസിപ്പി കണ്ടു നോക്കിയാലോ. അതിനായിട്ട് ഞാൻ ചൂരമീനാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. 1 കിലോ ചൂരമീൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഉലുവ വറുത്ത് പൊടിച്ചത് 1/4 ടീസ്പൂണ്, പിന്നെ ഒരു ചെറിയ ബൾബ് വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടെ ഒന്ന് ക്രഷ് ചെയ്തത്, പാകത്തിന് ഉപ്പ്, ഓയിലും കൂടെ ഒഴിച്ചിട്ട് ഇതൊന്ന് ഈ കായം മീനിൻ്റെ മുകളിൽ തേച്ച് പിടിപ്പിക്കുക. വെള്ളം തൊടരുത് കേട്ടോ. എന്നിട്ടൊരു 3/4 മണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷം നല്ല കട്ടിയുള്ള ഒരു ചട്ടിയിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് മീനൊക്കെ അതിൽ പൊരിച്ചെടുക്കണം കേട്ടോ. നന്നായി മൊരിച്ചെടുക്കണം, ഇല്ലെങ്കിൽ അച്ചാർ പെട്ടെന്ന് നാശാവും കേട്ടോ. അതേപോലെ കായം തേക്കുമ്പോൾ തീരെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവരുത്, അപ്പോഴും പെട്ടെന്ന് അച്ചാർ നാശാവും. അപ്പോൾ ഇതുപോലെ എല്ലാ മീനും ഒന്ന് നന്നായി മൊരിയിപ്പിച്ച് പൊരിച്ച് കോരിയെടുക്കുക. അതേ ചട്ടിയിലേക്ക് തന്നെ നമ്മളിതിൻ്റെ കായൊക്കെ അതിൽ നിന്ന് കോരിയെടുത്തതിന് ശേഷം അതേ ചട്ടിയിലേക്ക് തന്നെ നമ്മൾക്ക് കടുക് ഇട്ട് കൊടുക്കുക. ഒരു 8 പച്ചമുളക്, 4 ബൾബ് വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി ഒന്ന് ക്രഷ് ചെയ്യട്ടെ. നന്നായി പേസ്റ്റാക്കിയത് ക്രഷ് ചെയ്തതും വേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ വറ്റുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 3 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള വിനാഗിരി ഒഴിച്ചു കൊടുക്കട്ടെ. മീനിൽ കൂടുതൽ വിനാഗിരി മീനിൽ നല്ലതല്ല, അപ്പോൾ ഭയങ്കര പുളിപ്പാവും. ഞാനൊരു കിലോ മീനിലേക്കൊരു 4-5 ടീസ്പൂണോളം വിനാഗിറാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക, ഉലുവപ്പൊടി ഇട്ട് കൊടുത്ത് ഒക്കെ ഒന്ന് തിളച്ചതിന് ശേഷം നമ്മൾ പൊരിച്ച് വെച്ചിരിക്കുന്ന മീൻ അതിലേക്ക് തട്ടി കൊടുക്കുക. നന്നായി ഇളക്കി കൊടുക്കരുത്, മീൻ പൊടിഞ്ഞു പോകട്ടെ. ഇളക്കുമ്പോൾ ശ്രദ്ധിക്കണം, പതുക്കെ ഇളക്കിയെടുക്കുക. എന്നിട്ടൊക്കെ കൂടെ ഒന്ന് ഇതിൻ്റെ കായൊക്കെ മീനിൻ്റെ മുകളിൽ പിടിച്ചാൽ നമുക്ക് കുറച്ചും കൂടെ കായത്തിൻ്റെ പൊടി മുകളിൽ ഇട്ട് കൊടുക്കുക. ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് നന്നായി തിളപ്പിച്ചെടുക്കട്ടെ. അപ്പം നമ്മളെ മീനച്ചാർ റെഡി ആയിരിക്കണേ. വേറെ ഒരു കറിയും വേണ്ടത് കേട്ടോ. ഈ അച്ചാറുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. ചെയ്യാത്തവരൊക്കെ ചെയ്ത് നോക്കിക്കോളെ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.